ഇന്ന് നമുക്ക് ഒരു അഡ്വാൻസ്ഡ് സ്ട്രക്ചർ പഠിക്കാം. സെഡ് ടു, സെഡ് ടു ബി, സെഡ് ടു ഹാവ്, സെഡ് ടു ഹാവ് ബീൻ. ഇതിൻ്റെ ഒരു ഫസ്റ്റ് പാർട്ട് മാത്രമാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്, സെഡ് ടു ആൻഡ് സെഡ് ടു ബി. പിന്നീടുള്ള രണ്ടെണ്ണം, അതായത് സെഡ് ടു ഹാവ് ആൻഡ് സെഡ് ടു ഹാവ് ബീൻ, നെക്സ്റ്റ് പാർട്ടിൽ പഠിക്കാം. ഇത് പാർട്ട് 1 ആണ്. എല്ലാം കൂടി ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്താൽ വീഡിയോ ലെങ്തി ആയി പോവും. അതുകൊണ്ട് അത് വേണ്ട, നമുക്ക് അത് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അപ്പോൾ ഇന്ന് സെഡ് ടു ആൻഡ് സെഡ് ടു ബി. നമ്മൾ സാധാരണ സംസാരിക്കുമ്പോൾ പറയാറുണ്ട്, അദ്ദേഹം വളരെ നല്ല ഒരു മനുഷ്യനാണ് എന്ന് പറയപ്പെടുന്നു, അദ്ദേഹം ഒരുപാട് പേരെ സഹായിക്കും എന്ന് പറയപ്പെടുന്നു. ഇങ്ങനെ പറയാറില്ലേ? പറയപ്പെടുന്നു, അങ്ങനെ പറയപ്പെടുന്നു, ഇങ്ങനെ പറയപ്പെടുന്നു എന്നൊക്കെ. ഈ പറയപ്പെടുന്നു എന്ന് പറയുന്നത് എന്തിനാണ്? നമ്മൾ മറ്റുള്ളവർ പറഞ്ഞ് നമ്മൾ കേൾക്കുന്നതാണ്. ആളുകൾ അങ്ങനെ പറയുന്നു, അത് നമ്മൾ കേൾക്കുന്നു. അത്തരത്തിലുള്ള സംഭാഷണങ്ങൾ, അത്തരത്തിലുള്ള സെൻറ്റൻസുകൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയും? അത്തരം സന്ദർഭങ്ങളിൽ ഉപയോഗിക്കാൻ പറ്റിയതാണ് ഈ സെഡ് ടു ആൻഡ് സെഡ് ടു ബി. അപ്പോൾ നമുക്ക് എക്സാമ്പിൾസ് നോക്കാം. ആദ്യം നമുക്ക് സെഡ് ടു നോക്കാം. ഒരു സെൻറ്റൻസ് ഞാൻ പറയാം. അവൻ എല്ലാ വർഷവും ദുബായിൽ പോകാറുണ്ട് എന്ന് പറയപ്പെടുന്നു. അവൻ എല്ലാ വർഷവും ദുബായിൽ പോകാറുണ്ടെന്ന് പറയപ്പെടുന്നു. ഇത് സെഡ് ടു ഉപയോഗിച്ച് എങ്ങനെ പറയും? ഹി ഈസ് സെഡ് ടു ഗോ ടു ദുബായ് എവറി ഇയർ. വളരെ ഈസി അല്ലേ? ഹി ഈസ് സെഡ് ടു ഗോ ടു ദുബായ് എവറി ഇയർ. ഇവിടെ ആദ്യം ഉപയോഗിച്ചത് ഹി, അത് ഒരു അതാണ് സബ്ജക്റ്റ്. ഹി ആയതുകൊണ്ടാണ് ഈസ് എന്ന് ഉപയോഗിച്ചത്. ഐ ആണെങ്കിൽ ആം ഉപയോഗിക്കുക. ഹി, ഷീ അതുപോലെയുള്ള സിംഗുലർ സബ്ജക്ട്സ് ഒക്കെ ആണെങ്കിൽ ഈസ് തന്നെ ഉപയോഗിക്കാം. അതല്ല യു, വി, ദേ, അതല്ലെങ്കിൽ പ്ലൂറൽ സബ്ജക്ട്സ് ഒക്കെ ആണെങ്കിൽ ആർ ഉപയോഗിക്കാം. അപ്പോൾ സബ്ജക്റ്റ് കഴിഞ്ഞ് ആം ഓർ ഈസ് ഓർ ആർ, അത് കഴിഞ്ഞ് സെഡ് ടു. പിന്നെ ഉപയോഗിച്ചത് V1 ഫോം ഓഫ് ദി വേർബാണ്. വേർബിൻ്റെ ബേസ് ഫോം തന്നെ ഉപയോഗിച്ചാൽ മതി. ഹി ഈസ് സെഡ് ടു ഗോ ടു ദുബായ് എവറി ഇയർ. ഇത് ഒരു സാധാരണ സെൻറ്റൻസായി പറയുകയാണെങ്കിൽ എങ്ങനെയാണ് പറയുക? ഇറ്റ് ഈസ് സെഡ് ദാറ്റ് ഹി ഗോസ് ടു ദുബായ് എവറി ഇയർ. അതും അല്ലെങ്കിൽ പീപ്പിൾ സേ ദാറ്റ് ഹി ഗോസ് ടു ദുബായ് എവറി ഇയർ. അപ്പോൾ ഇത്തരത്തിലൊക്കെ പറയാം. പക്ഷേ അഡ്വാൻസ് സ്ട്രക്ചർ സെഡ് ടു എന്നുപയോഗിച്ച് പറയുമ്പോൾ ഹി ഈസ് സെഡ് ടു ഗോ ടു ദുബായ് എവറി ഇയർ എന്നാണ് പറയേണ്ടത്. ഇനി വേറൊരു സെൻറ്റൻസ്. അവൾ അവളുടെ കുട്ടികളെ അടിക്കാറുണ്ട് എന്ന് പറയപ്പെടുന്നു. ഷീ ഈസ് സെഡ് ടു ബീറ്റ് ഹെർ കിഡ്സ്. വളരെ ഈസി അല്ലേ? ഷീ ഈസ് സെഡ് ടു ബീറ്റ് ഹെർ കിഡ്സ്. ബീറ്റ് എന്നാൽ അടിക്കുക. ഷീ ആയതുകൊണ്ടാണ് ഈസ് ഉപയോഗിച്ചത്. സാധാരണ സെൻറ്റൻസായി പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് സെഡ് ദാറ്റ് ഷീ ബീറ്റ്സ് ഹെർ കിഡ്സ്. അതല്ലെങ്കിൽ പീപ്പിൾ സേ ദാറ്റ് ഷീ ബീറ്റ്സ് ഹെർ കിഡ്സ്. അദ്ദേഹത്തിൻ്റെ വൈഫ് പൈസ ലാവിഷായിട്ട് ചെലവാക്കാറുണ്ട് എന്ന് പറയപ്പെടുന്നു. ഹിസ് വൈഫ് ഈസ് സെഡ് ടു സ്പെൻഡ് മണി ലാവിഷ്ലി. ഒരുപാട് മണി സ്പെൻഡ് ചെയ്യാറുണ്ട് എന്നാണ്. ലാവിഷ്ലി എന്ന് പറഞ്ഞാൽ ഒരുപാട് ആർഭാടമായിട്ട്. ഇനി വേറൊരു തരത്തിൽ പറഞ്ഞാൽ ഇറ്റ് ഈസ് സെഡ് ദാറ്റ് ഹിസ് വൈഫ് സ്പെൻഡ്സ് മണി ലാവിഷ്ലി. പീപ്പിൾ സേ ദാറ്റ് ഹിസ് വൈഫ് സ്പെൻഡ്സ് മണി ലാവിഷ്ലി. അദ്ദേഹത്തിൻ്റെ വൈഫും ആയിട്ട് വഴക്ക് കൂടാറുണ്ട് എന്ന് പറയപ്പെടുന്നു. ഹി ഈസ് സെഡ് ടു quarrel വിത്ത് ഹിസ് വൈഫ്. ഇനി ഇറ്റ് ഈസ് സെഡ് ദാറ്റ് ഹി quarrels വിത്ത് ഹിസ് വൈഫ്. പീപ്പിൾ സേ ദാറ്റ് ഹി quarrels വിത്ത് ഹിസ് വൈഫ്. quarrel മീൻസ് വഴക്ക് കൂടുക.
ഇനി വേറൊരു സെൻറ്റൻസ്, ബ്ലാക്ക് കോഫിക്ക് ആരോഗ്യപരമായ ഗുണങ്ങൾ ഉണ്ട് എന്ന് പറയപ്പെടുന്നു. ബ്ലാക്ക് കോഫി ഈസ് സെഡ് ടു പൊസസ് ഹെൽത്ത് ബെനിഫിറ്റ്സ്. ഹെൽത്ത് ബെനിഫിറ്റ്സ് എന്നാൽ ആരോഗ്യപരമായ ഗുണങ്ങൾ. പൊസസ് ചെയ്യുക മീൻസ് അതിനുണ്ട് എന്ന്. ഇനി വേറൊരു തരത്തിൽ പറഞ്ഞാൽ, ഇറ്റ് ഈസ് സെഡ് ദാറ്റ് ബ്ലാക്ക് കോഫി പൊസസസ് ഹെൽത്ത് ബെനിഫിറ്റ്സ്. പീപ്പിൾ സേ ദാറ്റ് ബ്ലാക്ക് കോഫി പൊസസസ് ഹെൽത്ത് ബെനിഫിറ്റ്സ്. അഡ്വാൻസ് സ്ട്രക്ചർ ആയ സെഡ് ടു ഉപയോഗിച്ചിട്ട് എങ്ങനെ പറയും, അതല്ല സാധാരണ രീതിയിൽ എങ്ങനെ പറയും എന്ന് മനസ്സിലായില്ലേ? വേറൊരു സെൻറ്റൻസ് കൂടി. ഈ സൂപ്പ് ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാൻ, മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നു. ദിസ് സൂപ്പ് ഈസ് സെഡ് ടു ഇംപ്രൂവ് ഹെൽത്ത്. അതല്ലെങ്കിൽ ഇറ്റ് ഈസ് സെഡ് ദാറ്റ് ദിസ് സൂപ്പ് improves health. People say that this soup improves health. വേറൊരു സെൻറ്റൻസ് കൂടി. അവർ വിദേശത്താണ് താമസിക്കുന്നതെന്ന് പറയപ്പെടുന്നു. They are said to live abroad. Said to live abroad. ശ്രദ്ധിക്കൂ, ദേ കഴിഞ്ഞിട്ട് ആർ ആണ് ഉപയോഗിച്ചത്. ദേ ആർ സെഡ് ടു. ഇനി അത് ഇറ്റ് ഈസ് സെഡ് ദാറ്റ് അങ്ങനെ സ്റ്റാർട്ട് ചെയ്താലോ? ഇറ്റ് ഈസ് സെഡ് ദാറ്റ് ദേ ലിവ് എബ്രോഡ്. അതല്ലെങ്കിൽ പീപ്പിൾ സേ ദാറ്റ് ദേ ലിവ് എബ്രോഡ്. എബ്രോഡ് മീൻസ് വിദേശത്ത്. ഇനി അടുത്ത ഫ്രേസ് സെഡ് ടു ബി. അതിൻ്റെ എക്സാമ്പിൾസ് വേണ്ടേ? അവൻ ഒരു ക്രിമിനൽ ആണെന്ന് പറയപ്പെടുന്നു. ഹി ഈസ് സെഡ് ടു ബി എ ക്രിമിനൽ. ഇറ്റ് ഈസ് സെഡ് ദാറ്റ് ഹി ഈസ് എ ക്രിമിനൽ. പീപ്പിൾ സേ ദാറ്റ് ഹി ഈസ് എ ക്രിമിനൽ. അപ്പോൾ ഇവിടെ എന്താ സ്ട്രക്ചർ? ആദ്യം സബ്ജക്റ്റ്, ഹി ആണ് സബ്ജക്റ്റ്. അത് കഴിഞ്ഞ് ഈ ആം, ഈസ് ഓർ ആർ. അത് കഴിഞ്ഞാൽ സെഡ് ടു ബി എന്ന് വയ്ക്കുക. അത് കഴിഞ്ഞ് പിന്നീട് അതർ വേർഡ്സ്. ഇനി വേറൊരു എക്സാമ്പിൾ. അവൾ ആ ഹോസ്പിറ്റലിൽ ഏറ്റവും നല്ല ഡോക്ടർ ആണെന്ന് പറയപ്പെടുന്നു. ഷീ ഈസ് സെഡ് ടു ബി ദ ബെസ്റ്റ് ഡോക്ടർ ഇൻ ദാറ്റ് ഹോസ്പിറ്റൽ. ഇനി ഇറ്റ് ഈസ് സെഡ് ദാറ്റ് എന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോഴോ? ഇറ്റ് ഈസ് സെഡ് ദാറ്റ് ഷീ ഈസ് ദ ബെസ്റ്റ് ഡോക്ടർ ഇൻ ദാറ്റ് ഹോസ്പിറ്റൽ. അതല്ലെങ്കിൽ പീപ്പിൾ സേ ദാറ്റ് ഷീ ഈസ് ദ ബെസ്റ്റ് ഡോക്ടർ ഇൻ ദാറ്റ് ഹോസ്പിറ്റൽ. അവൻ ഒരു കള്ളൻ ആണ് എന്ന് പറയപ്പെടുന്നു. ഹി ഈസ് സെഡ് ടു ബി എ തീഫ്. ഇറ്റ് ഈസ് സെഡ് ദാറ്റ് ഹി ഈസ് എ തീഫ്. പീപ്പിൾ സേ ദാറ്റ് ഹി ഈസ് എ തീഫ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ടോപ്പിക്, ഇത് ഒരു ഫസ്റ്റ് പാർട്ടാണിത്. നെക്സ്റ്റ് പാർട്ട്, സെക്കൻഡ് പാർട്ട് നമുക്ക് അടുത്ത ലെസണിൽ പഠിക്കാം. സെഡ് ടു ഹാവ് ആൻഡ് സെഡ് ടു ഹാവ് ബീൻ.